കഴക്കൂട്ടം നിയോജക മണ്ഡലം കേരള രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധ നേടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും ഒന്നാം പിണറായി സർക്കാരിലെ ദേവസ്വം മന്ത്രിയുമായിരുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കുന്നത് കൊണ്ട് മാത്രമല്ല. അവിടെ അദ്ദേഹത്തെ എതിർക്കുന്ന വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം മുൻ കേന്ദ്രമന്ത്രി എന്ന തരത്തിൽ വടക്കേ മലബാറുകാരനാണെങ്കിലും കഴക്കൂട്ടത്ത് സ്ഥിര താമസമാക്കിക്കൊണ്ട് വലിയ തരത്തിലുള്ള ജനകീയ ഇടപെടൽ നടത്തുന്ന വി മുരളീധരൻ്റെയും സാന്നിധ്യം കഴക്കൂട്ടത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറെ ശ്രദ്ധേയമാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും അധികം IT മേഖലയിൽ പണിയെടുക്കുന്നവരുടെ പ്രധാന നഗരം എന്ന അർത്ഥത്തിലും കഴക്കൂട്ടം വാർത്തയിൽ നിരന്തരമായി ഇടം നേടിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 8.25 ചതുരശ്ര കിലോമീറ്ററിൽ 34,000-ഓളം ആളുകൾ താമസിക്കുന്ന നഗരത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും കൊണ്ട് നിറഞ്ഞ കഴക്കൂട്ടത്തെ ഈ പ്രാവശ്യത്തെ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ പ്രാവശ്യം ഏറ്റുമുട്ടിയ NDAയുടെയും LDFൻ്റെയും സ്ഥാനാർത്ഥികൾ ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ആകെ അവിടുത്തെ വോട്ടർമാരുടെ എണ്ണം 1,94,000-ലധികമായിരുന്നുവെങ്കിൽ SIR കഴിഞ്ഞതിലൂടെ ഏതാണ്ട് 35,000-ലധികം വോട്ടർമാർ പുതിയ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടു. പുതിയ കണക്ക് പ്രകാരം കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ മൊത്തം വോട്ടർമാരുടെ എണ്ണം 1,62,723 ആണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 69.6% പോളിംഗ് നടന്ന സാഹചര്യത്തിൽ അവിടെ ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം 1,40,000 ആയിരുന്നു. ഇപ്പോൾ പോളിംഗ് ശതമാനം ഏറെ വർദ്ധിക്കുകയും അത് 78.69% എത്തുമ്പോഴും ആകെ പോൾ ചെയ്തത് 1,22,000 വോട്ടുകൾ മാത്രം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ പോളിംഗ് ശതമാനത്തിൽ 9% വർധന ഉണ്ടാകുമ്പോഴും മൊത്തം വോട്ടർമാരുടെ എണ്ണത്തിൽ 12,000 വോട്ടർമാരുടെ കുറവുണ്ടായിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് NDAയും LDFും UDFും അഭിമാന പോരാട്ടം ആയി കാണുന്ന കഴക്കൂട്ടത്തിൻ്റെ ഫലസൂചനകൾ നമ്മൾ അന്വേഷിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ കടകംപള്ളി സുരേന്ദ്രന് ഏതാണ്ട് 23,400-ലധികം ഭൂരിപക്ഷം ലഭിച്ചുവെങ്കിൽ കഴക്കൂട്ടം മണ്ഡലം ഒരു LDF അനുകൂല മണ്ഡലമാണെന്ന് പറയാൻ കഴിയില്ല. 7 പ്രാവശ്യമാണ് കോൺഗ്രസ് അവിടെ നിന്ന് ജയിച്ചു കയറിയത്. ഒരിക്കൽ മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ AK ആന്റണി അവിടെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇടക്കാല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. ശ്രീ MV രാഘവനും ഒരിക്കൽ അവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1987-ലാണ് ആദ്യമായി ഇടതുപക്ഷത്തിന് വേണ്ടി പ്രൊഫസർ നബീസ ഉമ്മാൾ കഴക്കൂട്ടത്ത് ജയിച്ചതെങ്കിൽ ശ്രീ MA വഹീദ് എന്ന കോൺഗ്രസ് നേതാവ് സ്വതന്ത്രനായും കോൺഗ്രസിൻ്റെ പ്രതിനിധിയായും അവിടെ ജയിച്ച ചരിത്രവും നമുക്കൊപ്പമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കഴക്കൂട്ടം ഇടതുപക്ഷത്തോടൊപ്പമോ കോൺഗ്രസിനോടൊപ്പമോ സ്ഥായിയായി നിൽക്കാത്ത ആ മണ്ഡലം കഴിഞ്ഞ കുറേ നാളുകളായി NDAയ്ക്ക് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ചില സൂചനകൾ 2016-ൽ BJPക്ക് 32% വോട്ട് ലഭിച്ചുവെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അവരുടെ വോട്ടിംഗ് ശതമാനം 29-ലേക്ക് എത്തിയിരുന്നു. 2014-ൽ കോൺഗ്രസിന് BJPക്ക് ലഭിച്ച വോട്ട് ശതമാനത്തേക്കാൾ ഇത്തിരി കുറവായിരുന്നു ലഭിച്ചതെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അതിനേക്കാൾ കുറവിലേക്ക് അവർ പോയി. കഴിഞ്ഞ പ്രാവശ്യം കടകംപള്ളി സുരേന്ദ്രന് 63,000-ലധികം വോട്ട് ലഭിച്ചു എങ്കിൽ ഈ പ്രാവശ്യം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു കയറണമെങ്കിൽ 2016-ൽ എന്ന പോലെ
50,000-ത്തിലധികം വോട്ടുകൾ ലഭിക്കുന്ന സ്ഥാനാർത്ഥിക്ക് മാത്രമേ അവിടെ ജയിച്ച് കയറുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയിരിക്കെ കഴക്കൂട്ടം മണ്ഡലത്തിലെ ന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർ വോട്ടർമാരിൽ 19%, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ 14%. കഴക്കൂട്ടത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പ്രതീക്ഷ BJP വെച്ച് പുലർത്തുമ്പോൾ കഴക്കൂട്ടം ഏതർത്ഥത്തിലും കടകംപള്ളി സുരേന്ദ്രൻ ജയിക്കും എന്നാണ് LDF ആളുകൾ പറയുന്നതെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴക്കൂട്ടം അവരുടെ നിന്ന് കൈമോശം വന്ന മണ്ഡലം എന്ന തരത്തിലായിരുന്നു അവരുടെ ആ പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനങ്ങളൊക്കെ ആർക്കനുകൂലമായി മാറും? 30,000-ത്തിലധികം വോട്ടർമാർ കുറഞ്ഞ സാഹചര്യം BJPക്ക് പ്രതികൂലമായി മാറുമോ എന്നതൊക്കെ ആയിരിക്കും കഴക്കൂട്ടത്തെ തെരഞ്ഞെടുപ്പ് ഫലം തീരുമാനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത്.